ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ RX-7 ഫുൾ കീ സെറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഒറിജിനൽ ജെനുവിൻ പാർട്സ് കിട്ടാൻ വളരെ പാടാണ്. സോ നമ്മളത് ഓൾറെഡി ഒരു റോയൽ യമഹ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്ങനാശ്ശേരി പെരുന്തുരുത്തിയുള്ളൊരു ഒറിജിനൽ ഒരു പണി ചെയ്യുന്ന ഒരു ഷോപ്പിൽ നിന്ന് നമുക്കറിയാവുന്ന ഒരു ചേട്ടനാണ്. പുള്ളിയുടെ നിന്ന് നമ്മൾ കീ സെറ്റ് ടോട്ടലി ഇങ്ങോട്ട് വാങ്ങിച്ചാൽ നമ്മളത് നമ്മൾ വെറുതെ ഒരു പണിക്കാശ് കൊടുക്കാതെ സ്വന്തമായിട്ട് വണ്ടിയിൽ എങ്ങനെ ഒരു കീയുടെ ഫുൾ കീ സെറ്റ് എങ്ങനെ ചെയ്യാമെന്നാണ്. ഇതിനകത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ 4 ടൈപ്പ് കീ സെറ്റാണ് ഒരു കീ സെറ്റിൻ്റെ ഒരു പാക്കിൽ വരുന്നത്. ഇതിൻ്റെ റേറ്റ് ഏകദേശം ഒരു 713 രൂപ വരും. ഇത് യമഹയുടെ ജെനുവിൻ പാർട്സ് ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് യമഹയുടെ ജെനുവിൻ പാർട്സ് തന്നെയാണിത്. നമുക്ക് കിട്ടാൻ കുറേ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ഇത് കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്കറിയാവുന്നത് വെച്ചിട്ട് ഒന്ന് നമ്മുടെ പെരുന്തുരുത്തി, അതായത് റോയൽ യമഹ എന്ന് പറഞ്ഞ ഒരു വർക്ക്ഷോപ്പാണ്. അവിടെ ഇതിൻ്റെ ജെനുവിൻ പാർട്സും യമഹയുടെ മാത്രം പണിയുന്ന ഒരു വർക്ക്ഷോപ്പാണ്, 2 സ്റ്റോക്കിൻ്റെ ഇപ്പോൾ. പിന്നെ ചേർത്തലയുള്ള ശാന്തി യമഹ എന്ന് പറയുന്ന നമ്മുടെ ചേർത്തല ഹോസ്പിറ്റലിൽ ഗ്രാമീണ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടുള്ള ഒരു കടയിലും കിട്ടുമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ അവിടെ പോയി സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സിമ്പിളാണ്. പക്ഷേ ഇതിനകത്താകെ ഇപ്പോൾ 4 സെറ്റ് ഇല്ല, ഇതിനകത്ത് 3 ഉള്ളൂ. കാരണം ഒരെണ്ണമെന്ന് പറയുന്നത് നമ്മുടെ ഈ ഹാൻഡിലിൻ്റെ ലോക്കാണ്. ഈ ഹാൻഡിലിൻ്റെ ലോക്ക് എനിക്കിത് പേഴ്സണലി എനിക്ക് വെക്കാൻ അറിയാത്തത് കാരണം ഞാൻ ഇത് ഇന്നലെ വാങ്ങിച്ചപ്പോൾ തന്നെ അവിടുത്തെ വർക്ക്ഷോപ്പിൽ തന്നെ വെച്ചിരിക്കുന്നത്. എനിക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണുന്നതാണ്. ഇതാണ് ഹാൻഡിലിൻ്റെ സെറ്റ് എന്ന് പറയുന്നത്, ഹാൻഡിൽ ലോക്കിൻ്റെ സെറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതെനിക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. സോ ഇന്നലെ ഞാൻ അത് വാങ്ങിച്ചപ്പോൾ തന്നെ അവിടുന്ന് പുള്ളിയെ കൊണ്ട് വെപ്പിച്ചതാണ്. നമുക്കിനി അടുത്തത് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു സ്ക്രൂ ഡ്രൈവർ മാത്രം മതി. ഒരു സ്റ്റാറും ഒരു ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ നമുക്ക് മെയിനായിട്ട് വേണം. നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഏതൊക്കെ സെറ്റ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതെന്ന് പറയുന്നത് ടാങ്കിൻ്റെ ലോക്കാണ്. നമുക്കൊരു രണ്ട് കീ സെറ്റ്, 2 കീ പെയേഴ്സ് കിട്ടുന്നുണ്ട്. ഈ ഒരു ലോക്ക് എന്ന് പറയുന്നത് സൈഡിലത്തെ ലോക്കാണ്. നമുക്ക് എന്തെങ്കിലും അഡീഷണൽ കിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽമെറ്റിൻ്റെ സ്ട്രാപ്പ് എന്തെങ്കിലും വെച്ച് ലോക്ക് ചെയ്യാനായിട്ടുള്ളൊരു ലോക്ക് സെറ്റാണ് കിട്ടുന്നത്. പിന്നെ നമ്മളിത് നമ്മുടെ മെയിൻ ഇഗ്നിഷൻ കീയുടെ കീ സെറ്റാണ് കിട്ടുന്നത്. സോ പിന്നെ ഒരെണ്ണമുള്ളത് ഹാൻഡിലിനെയും കൂടെ ആയിരുന്നു. സോ നമുക്കിനി ഇതിൻ്റെ പ്രൈസുകളെല്ലാം കണ്ട ഒറിജിനൽ യമഹയുടെ ജെനുവിൻ സ്പെയർ പാർട്സ് ആണിത്. അതിൻ്റെ കോഡ് നമ്പറും എല്ലാം ഉണ്ട്. RX-100 സെയിം സാധനമാണ്, അല്ലാണ്ട് വേറെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് സാധനമോ അല്ലെങ്കിൽ വേറൊരു മോഡലിൻ്റെ കീ സെറ്റല്ല നമുക്ക് ചെയ്യാനാണ്. നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ടാങ്കിൽ തന്നെ കീ സെറ്റ് ആദ്യം മാറ്റിയേക്കാം. അപ്പോൾ നിങ്ങൾ അതിന് മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കീ ഊരി എടുത്തിട്ട് നമ്മുടെ ടാങ്കിൻ്റെ ഫ്യൂൽ ക്യാപ്പ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഫ്യൂൽ ക്യാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാവുന്നതാണ് ഈ സാധനമല്ല നമുക്ക് വരേണ്ടത്. ഇത് 2 സ്ക്രൂ കാണാം. അപ്പോൾ ഈ 2 സ്ക്രൂ നമ്മൾ അഴിച്ചു മാറ്റാം ആദ്യം തന്നെ. അതിന് സ്റ്റാർ സ്ക്രൂ ഡ്രൈവറാണ് വേണ്ടത്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ക്രൂ ഒന്നും കളയാതെ വെക്കണം. കഴിവതും നിങ്ങളിത് ചെയ്യാൻ നേരത്തെ ഒരു മണ്ണുള്ള സ്ഥലത്തൊന്നും ചെയ്യാതിരിക്കുക. അല്ല ഇവൻ ചെയ്യുവാണെങ്കിൽ പോലും ഒരു താഴത്തൊരു പേപ്പർ വിരിച്ചിടുക. നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിത് ഊരി എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ 2 സ്ക്രൂ കാണും, അത് നമ്മൾ കളയാൻ സൂക്ഷിക്കുക. ഇത് പൊട്ടിപ്പോയതാണെന്ന് തോന്നുന്നു. ഇത് ലോക്കാണ്. ഇത് ഈ സാധനവും കളയാൻ സൂക്ഷിക്കുക. ഇതിനകത്ത് തന്നെ വെക്കുക. നമുക്കിനി അടുത്ത് വേണ്ടെന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ കീ സെറ്റ്. നമ്മളിത് ഈ പഴയത് മാറ്റി പുത്തനിലേക്ക് റീപ്ലേസ് ചെയ്യുകയാണ്. ഇത് പഴയ കീ സെറ്റാണ്. സോ ഇതിനകത്ത് കുറച്ച് ചെറിയ അഴുക്കൊക്കെ ഉണ്ട്. കഴിവ് നിങ്ങളൊരു ക്ലോത്ത് എടുത്തിട്ട് ചെയ്യണം. നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം അടുത്തതായിട്ട്. സോ അടുത്തായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫുൾ സെറ്റ് ഊരി എടുക്കണതാണ്. അതിനുവേണ്ടി ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ടാങ്കിൽ നിന്നുള്ളൊരു പാർട്ടിനകത്തോട്ട് റിമൂവ് ചെയ്യുക. സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാർട്ട് റിമൂവ് ആയി കിട്ടും. പിന്നെ അതിൻ്റെ സ്ക്രൂവും എടുത്ത് വെച്ചേക്കുക. പിന്നെ അതുപോലെ നമുക്ക് അതിൻ്റെ ഒരു ലോക്കുണ്ട്, ആ ലോക്ക് കൂടെ എടുത്ത് വെച്ചേക്കുക. നമ്മൾ ഈ പാർട്ട് ഊരി എടുത്തിരിക്കുകയാണ് ഫ്യൂൽ ടാങ്കിൽ നിന്ന്. നമുക്ക് കാണുന്നതാണ് ഇതിനകത്ത് കുറേ അഴുക്ക്. നോർമലി നമ്മളിത് ആരും ക്ലീൻ ചെയ്യാറില്ല അധികം. നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാരണം ഇതിനകത്ത് വഴി
മോസ്റ്റ് ഓഫ് ദി ഈ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ 2 സ്ട്രോക്കിൻ്റെ വണ്ടിക്ക് മെയിൻ ടാങ്കിൻ്റെ ഇഷ്യൂ ഉള്ളതാണെന്ന് പറഞ്ഞാൽ തുരുമ്പ് കയറില്ല. സോ മാക്സിമം ഇതിനകത്തും തുരുമ്പൊക്കെയാണ്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ കാണാം. ഇതിൻ്റെ ഈ ഒരു പാർട്ടിലും ഇതിൻ്റെ ബാക്ക് സൈഡിലും ഇതിൻ്റെ ഫ്യൂവലിൻ്റെ വരുന്നതാണ്. ഇവിടെ തുരുമ്പുണ്ട്. അപ്പം മാക്സിമം നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു തുണി എടുത്തിട്ട് കുറച്ച് മണ്ണെണ്ണ എടുത്തിട്ട് നമുക്കതൊന്ന് തുടച്ചു കൊടുക്കാം. ഈവൻ തുരുമ്പൊന്നും പോയില്ലെങ്കിൽ പോലും ഇതിനകത്ത് കുറച്ച് അഴുക്കൊക്കെ ഉണ്ട്. നമുക്കൊന്ന് മാക്സിമം വൃത്തിയായിട്ട് വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കുറേ അഴുക്കൊക്കെ ഇളകി വരുന്നുണ്ട്. മണ്ണെണ്ണ എന്താ എടുത്തെന്ന് വെച്ചാൽ, കാരണം ഈ തുരുമ്പൊക്കെ പോകാൻ പെട്ടെന്ന് എളുപ്പം മണ്ണെണ്ണ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. യൂസ് ചെയ്യുന്ന മിക്ക എല്ലാവരും മണ്ണെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പെട്രോൾ യൂസ് ചെയ്യും. സോ പെട്രോൾ നമുക്കിവിടെ ഇപ്പം എടുക്കാനുള്ള ഇത് കാരണം വീട്ടിലാണ് നമ്മൾ ചെയ്യുന്ന കാരണം എന്താണല്ലോ എല്ലാവരുടെയും വീട്ടിൽ മണ്ണെണ്ണ കാണും. ഇപ്പം ആ ഒരു ബാക്ക് സൈഡ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ, കാരണം ഇവിടെ ചിലപ്പോൾ ഈ ക്ലാവ് അല്ലെങ്കിൽ വൈറ്റ് പാർട്ടിക്കിൾസ് കാണും ഇതിൻ്റെ ക്യാപ്പിൽ. കാരണം ഈ ഒരു പാർട്ടായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ പെട്രോൾ ടാങ്കിൻ്റെ അകത്തേക്ക് വരുന്ന പാർട്ടാണ്. അപ്പോൾ അതെന്തൊക്കെയാണെങ്കിലും പെട്രോളായിട്ടൊരു മിക്സ്ചർ എപ്പോഴും ഇപ്പോൾ വണ്ടി ഇവൻ ഷെയ്ക്കാൻ കാണും, ചിലർ സ്റ്റണ്ട് ചെയ്യുന്നത് പൊക്കി കഴിയുമ്പോഴും ഈ ഒരു പാർട്ടായിരിക്കും പെട്രോൾ പുറത്തേക്ക് ഫ്ലോ ആകാതെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അഴുക്കോ തുരുമ്പോ എന്താണെങ്കിലും വരാൻ കാരണമുണ്ട്. കാരണം ഈ ഒരു പാർട്ടായിരിക്കും നമ്മൾ ഫ്യൂൽ അടിക്കാൻ നേരത്ത് ഓപ്പൺ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എയറായിട്ടുള്ള കോണ്ടാക്ട് ചെയ്താണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് തുരുമ്പ് കുറവാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ടാങ്കിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ വണ്ടിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ തുരുമ്പ് കളയാനായിട്ട് വർക്ക്ഷോപ്പിൽ പോയിട്ട് ടാങ്ക് ക്ലീൻ ചെയ്യാൻ കൊടുക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് കരട് കയറും, തുരുമ്പ് ചിലപ്പം കാർബറേറ്ററിൽ കയറി ബ്ലോക്ക് ആകും. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് മാക്സിമം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് കാണാൻ ഇത്രയും അഴുക്ക് അതിനകത്തുണ്ട്. പക്ഷെ കഴിഞ്ഞിട്ടില്ല. എങ്കിപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചേക്കാം. വണ്ടി അതിന് കഴുകിയിട്ടൊന്നുമില്ല, കാരണം ഇപ്പം മഴക്കാലം ആയത് കാരണം ക്ലീൻ ചെയ്ത് വെച്ചിട്ടോ കഴുകിയിട്ടോ വലിയ കാര്യമൊന്നുമില്ല. മാക്സിമം ക്ലീൻ ചെയ്ത് വെക്കുക. ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു നോർമൽ ക്ലീനിങ് ആണ്, ഡീറ്റെയിൽഡ് ക്ലീനിങ് ഒന്നുമല്ല. കൈ എത്താൻ നേരത്തൊക്കെ തുണി മണ്ണെണ്ണ കൊണ്ട് നമ്മളിതിൻ്റെ മാക്സിമം തുരുമ്പ് അല്ലെങ്കിൽ ഗ്രീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി നമുക്ക് കൈ എത്താന്നിടത്തൊക്കെ തുണി എത്തുന്നിടത്തൊക്കെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് നമ്മളൊരു പ്രോപ്പർ ഡീറ്റെയിൽഡ് ക്ലീനിങ് ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. സോ എത്താന്നിടത്തും കാണുന്നിടത്തും ഒരു തുണി വെച്ചിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. സോ ഇങ്ങനൊരു ക്ലീനായ ഒരു പോർഷൻ കിട്ടും. സോ നമുക്കിനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ പഴയ കീസെറ്റിൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ കീസെറ്റാണ്. നമുക്ക് മാറ്റി വെച്ചിട്ട് പുത്തനായിട്ടുള്ള ഒരു കീസെറ്റ് എടുക്കുക. ഇത് നേരെ ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ 2 സ്ക്രൂ ചെയ്യാനുള്ള ഒരു പോർഷൻ ഇവിടെ ഉണ്ട്. അതേപോലെ ഇവിടെ 2 ആംഗിളും കൊടുത്തേപ്പുണ്ട് സ്ക്രൂവിൻ്റെ. അപ്പോൾ അത് നമ്മൾ ഒന്ന് ആ ഒരു പോർഷൻ, അത് വലിയ പണിയൊന്നുമില്ല, നമുക്ക് നോക്കി തന്നെ മനസ്സിലായി. ഈ 2 പോർഷൻ ഈ ഒരു ആംഗിൾ ഇതിങ്ങനെ കയറി വരണം. നമ്മളിതിങ്ങനെ ജസ്റ്റ് ഇതിനകത്തോട് കയറ്റി വെക്കുക. നമുക്ക് ഇവിടെ 2 സംഭവം കിട്ടിയിട്ടുണ്ട്. ഇത് നേരെ ഇങ്ങനെ ക്ലോസ് ആയിട്ട് ചെയ്യുക. ഇതിങ്ങനെ വെക്കുക. കട്ട് ചെയ്താലോ ഇതെങ്ങനെ. സോ ഇതാണ് നമ്മുടെ പഴയ കീസെറ്റിൻ്റെ ഇത് നമുക്ക് മാറ്റി വെക്കുക. ഇത് ഇപ്പം ഞാൻ നോക്കിയത് വെച്ച് ഇത് ഇത്തിരി ഒരു ടഫ് പ്രോസസ്സാണ്. ടഫ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിത് ഊരുമ്പോൾ നിങ്ങളെ കാണിക്കാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഞാനും പേഴ്സണലി വെക്കാൻ നോക്കി, പക്ഷേ എനിക്ക് കണ്ടുപിടിച്ചിട്ട് ഞാനും കുറേ തപ്പിക്കൊണ്ടിരിക്കണമായിരുന്നു. പിന്നെ ഇത് ഇത്തിരി പാടാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നേരെ
ഈ ഒരു ഇത് നേരെ ഈ ഒരു അസംബിൾ ചെയ്തിട്ട് ഇങ്ങനെ എൻ്റെ പൊക്കത്തേക്ക് വെക്കുക. ഇത് മേളിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ മെയിൻ സാധനം. പിന്നെ ഇതും നിങ്ങൾ ഈ 2 സംഭവങ്ങൾ നേരെ നോക്കി വെച്ചേക്കുക. ഇത് ആദ്യം ഇതിൻ്റെ പൊക്കത്തേക്ക് ഈ ഒരു സെറ്റ് പോലെ തന്നെ വെച്ചേക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ലോക്കുണ്ട്. ഇതാണ് എൻ്റെ മെയിൻ ലോക്ക്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതെപ്പോഴും ഇങ്ങനെ ഇരിക്കണം അവിടെ, എന്നാലും നമ്മൾ ലോക്ക് വീഴത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് ഇതിൻ്റെ ഫങ്ഷൻ പ്രോപ്പറായിട്ട് ചെയ്യില്ല. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു വെട്ട് കണ്ടത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുമായിരിക്കും. ഈ ഒരു വെട്ട് ഈ ഒരു കട്ടിങ് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ പ്രോപ്പറായിട്ട് സ്യൂട്ടായിട്ടിരിക്കണം. അതായത് ഇതിങ്ങനെ ഇരിക്കണം, എന്നാൽ മാത്രമേ അത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഈ താഴത്തൊരു കമ്പി ഇതിൻ്റെ അടിയിലേക്ക് പോകണം. മറ്റേത് ഇങ്ങനെ ആക്കി വെക്കുക. എന്നിട്ട് പയ്യെ അങ്ങോട്ട് താത്തി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. നമ്മളിങ്ങനെ പയ്യെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ആംഗിളൊക്കെ മാറും. പക്ഷെ അങ്ങനെ ഒരു സ്യൂട്ടാവില്ല. അത് പിന്നെ ലോക്ക് തെറിച്ച് പോയി. സോ നമ്മളത് പിന്നെ എടുക്കുക. ഈ ഒരു പാർട്ട് ഇങ്ങനെ ഓൾറെഡി വെച്ചേക്കുക. അവിടെ പ്രോപ്പറായിട്ട് ഇരിക്കേണ്ടതാണ്. ഇനി ഇത് കഴിവതും ഒരു ഹാർഡായിട്ടുള്ളൊരു സർഫസ് വെച്ച് ചെയ്യുക. നമ്മളിപ്പോൾ സീറ്റ് വെച്ച് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം തട്ടി പോകുന്നത്. ഇതിങ്ങനെ വരുന്ന കൈ കൊണ്ട് ഇങ്ങനെ വെച്ച് വലിച്ചു കൊടുക്കുക. 2 സ്ക്രൂ എടുത്ത് ഒരിക്കലും ഇത് സ്ക്രൂ ടൈറ്റ് ചെയ്യാതെ ഇത് തൊടാനേ പാടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ലോക്ക് തട്ടിപ്പോകാൻ സാധ്യത പാടാണ് ഇതിടാൻ. പിന്നെ ഒന്ന് പയ്യെ അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം അപ്പുറത്തെ സീറ്റിൽ വെച്ചാണ് നമ്മൾ കാണിക്കുന്നത്. കാരണം അപ്പുറത്തെ പോർഷൻ ടൈറ്റ് ആവാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഇത് രണ്ടിങ്ങനെ ടൈറ്റ് ആക്കി വെക്കുക. എന്നിട്ട് ഇത് നമ്മൾ എടുത്തിട്ട് ഹാൻഡ് ആയിട്ടും കൂടെ അങ്ങോട്ട് ചെയ്യുക. നിങ്ങൾ കാണാം ടൈറ്റായി. ഇത് ടൈറ്റാക്കി ഇത് അധികം വേണ്ട, ഒരു ടൈറ്റാക്കി വെക്കുക. പിന്നെ നമ്മളെ പുത്തൻ കീസെറ്റ് തുറന്ന് നോക്കുക. ഇത് വർക്കിംഗ് ആണ്. സോ ഇത് നേരെ ടാങ്കിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുക. ടാങ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം, നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഒരു ഇതിനകത്തൊരു ഇതുണ്ട്, എടുത്തിട്ട് ഇതുണ്ട്. നമ്മൾ നേരെ ഈ ഒരു സ്ക്രൂവിനകത്തോട്ട് ഇടുക. നേരെ നമുക്ക് ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ വേണം നമ്മൾ വെക്കുക. ജസ്റ്റ് ഒരു ഹാഫ് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം കീ വർക്കിംഗ് ആണോ. സോ നമ്മൾ കീയും ഫിൽ ടാങ്കിൻ്റെത് വെക്കാം. ഇത്രയുള്ള അതിൻ്റെ പ്രോസസ്സ്. സോ ഇത് അടച്ച് വെക്കുക, അടച്ച് നോക്കുക. സോ നമ്മുടെ കീ വർക്കിംഗ് ആണ്, അതായത് റിമൂവ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പ്ലേറ്റിനകത്തേക്ക് നമ്മൾ മാക്സിമം ഇതാണ് ഇതിൻ്റെ നേരത്തെ ഉള്ള പോർഷൻ. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ വെച്ചേക്കുക. ഓർക്കുക, ഇതിൻ്റെ അടിയിലേക്കാണ് വേറൊരു കമ്പി പോകുന്നത്. ജസ്റ്റ് ഈ കാണിച്ച പോലെ തന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്ത പാർട്ടിലേക്ക് പോവാം. നമ്മൾ അടുത്തായിട്ട് ചെയ്യുമ്പോൾ തന്നെ സൈഡിലൊരു ലോക്ക് മാറും. അത് ലോക്ക് പീസാണ്. അത് നമുക്ക് വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലാണ് അതുള്ളത്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പോർഷൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് നേരെ വേണ്ടത് ഒരു ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ വേണം. ഇതാണ് അതിൻ്റെ ലോക്ക് വരുന്നത്. കാണുന്ന ആദ്യം നമുക്ക് കീ എടുക്കുക. ഇതൊന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കുമ്പോൾ ഇത് തുറന്ന് കിട്ടും. പിന്നെ ഒരു ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഇതൊരു സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് തുറക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സ്ക്രൂ കളയാതിരിക്കുക. അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു കീ സെറ്റിൻ്റെ പോർഷൻ പുത്തൻ കീ എടുത്തിട്ട് തുറക്കണം. തുറന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് വെക്കാൻ പറ്റുള്ളൂ. തുറക്കുക, ഊരിയെടുക്കുക. നമുക്ക് ഇവിടെയും കുറച്ച് ചെളിയും പൊടിയൊക്കെ കാണും. ഒരു ക്ലോത്ത് എപ്പോഴും നിങ്ങളുടെ കൈ ഇത് ഫുള്ളായിട്ടൊന്ന് തിരുന്നാൾ വരെ വെച്ചേക്കുക. കാരണം അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പിന്നെ രണ്ടാമത് തുറക്കുക എന്നുള്ളൊരു വിലയിൻ്റെ ടെസ്റ്റ് വരണം. അപ്പോൾ പോലും ഇത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് പഴയ ഒരു സ്ക്രൂ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഈ
സെയിം പഴയ ഹോളിലേക്ക് ഒന്ന് മൗണ്ട് ചെയ്യാന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ എടുത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഈ ഒരു ജസ്റ്റ് ഒരു ടൈറ്റ് മാത്രമേ ഉള്ളൂ. അടുത്ത് വെച്ചേക്കുക. ഇതാണ് ഇത്ര ഉള്ളൂ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത് നമുക്ക് ഇഗ്നിഷനാണുള്ളത്. ഇഗ്നിഷൻ നമുക്ക് ചെയ്യാനായിട്ട് സിമ്പിൾ ഒരു പ്രോസസ്സാണെന്ന് തോന്നുന്നു. ഒരുമാതിരിയൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട്. അത് വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് ഈ ഹെഡ് ലാമ്പ് വേണം. കാരണം ഇഗ്നിഷൻ്റെ ഒരു സ്വിച്ച് വന്ന് നിങ്ങൾക്ക് അറിയാവുന്ന അതിൻ്റെ രണ്ട് സൈഡിൽ രണ്ട് സ്ക്രൂ ഉണ്ട്. ആ സ്റ്റാർ വെച്ചിട്ടാണ് തുറക്കുന്നത്. ഈ സ്ക്രൂവും കളയാതെ സൂക്ഷിക്കുക. രണ്ട് സൈഡിലായിട്ട് രണ്ട് സ്ക്രൂ ഉണ്ട്. അത് നിങ്ങൾ ഊരിയെടുക്കുക. രണ്ട് സ്ക്രൂ ഉണ്ട്. നമ്മൾ എടുത്ത് വെക്കുക. ഈ ഹെഡ്ലൈറ്റിൻ്റെ ഹെഡ് അങ്ങ് ഊരുക. ഹെഡ്ലൈറ്റിൻ്റെ ഹെഡ് ഊരിയിട്ട് രണ്ട് ലൈറ്റ് അങ്ങ് എടുത്ത് പാർക്ക് ജസ്റ്റ് ടൈറ്റാണ്, ഒരു പ്രസ്സിങ് ആണെന്നാണ് തോന്നുന്നത്. അതേപോലെ ഇതും നമുക്കിപ്പോൾ ഹെഡ് ഇങ്ങനെ ഊരിക്കിട്ടിട്ടുണ്ട്. ഇതും എടുത്തൊന്ന് മാറ്റി വെക്കുക. ഇതറിയാം ഇതിൻ്റെ കീ സെറ്റിൻ്റെ ഇത് ഊരാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ രണ്ട് ക്ലാം നമ്മൾ നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. എൻ്റെ താഴത്തുനിന്ന് ഒരു സ്ക്രൂ അഴിച്ചിട്ട് ഈ ഒരു പോർഷൻ ഇങ്ങനെ മാറ്റി നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കീ കണക്ഷൻ വരുന്നുണ്ട്. ഇതിനകത്ത് തന്നെ ഒരു ഇൻഡിക്കേറ്ററിനെയും വരുന്നുണ്ട്, ഒരു കീ സെറ്റിനെയും വരുന്നുണ്ട്. കീ സെറ്റിൻ്റെ വയർ ഏതാണെന്ന് നോക്കിയിട്ട് ഇതിനകത്തൊരു കണക്ഷൻ ഉണ്ട്. ആ ഒരു കണക്ടർ തപ്പിയെടുത്ത് ഒരു വയർ സെറ്റ് കിടപ്പുണ്ട്. ആ ഒരു വയർ ഇതാണത്. ഊരിയെടുക്കുക. വേറെ ലോക്കൊന്നും ഇല്ല എന്നാണ് കാണുന്നത്. ഇത് ഊരിയെടുക്കുക. ഇതിനകത്ത് തന്നെ നമ്മളൊരു ഓൾറെഡി ഒരു സ്പീഡോമീറ്ററിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വൈറ്റ് കേബിൾ നമ്മൾ തിരിച്ചു വെക്കാൻ നേരത്തത് മറക്കാതിരിക്കുക. ഇതൊരു ഇഗ്നിഷൻ ഇങ്ങനെ ഊരി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ കേബിൾ വെറുതെ ഊരിയിട്ടേക്കാം. കാരണം ഇത് നമുക്കിപ്പോൾ പെട്ടെന്ന് ഊരി കിട്ടും. ഒരു പ്രോസസ്സിന് നമുക്കിപ്പോൾ ഇതിങ്ങനെ ഊരി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇഗ്നിഷൻ്റെ മെയിൻ ഇത്. സോ ഇതിനും വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ഇതാണ് നമ്മുടെ ഇഗ്നിഷൻ്റെ പാർട്ട്. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവറാണ്. ഇത് തുറക്കുമ്പോൾ തന്നെയാണ് ഇതിനകത്ത് അകത്ത് ഫ്ലാറ്റ് സ്ക്രൂ ഉണ്ട്. അപ്പോൾ നമുക്കത് ഊരി നോക്കാം. ഒരു സ്ക്രൂ സിമ്പിളായിട്ട് ഊരി, മറ്റേതും കൂടെ പെട്ടെന്ന് ഊരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ എന്നും മാറ്റിയ നേരത്തിൽ ഇത് മാറ്റാനുള്ള മെയിൻ കാരണം എന്നാണ് ഈ വണ്ടി ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് കീ ഊരിയെടുക്കാം. അതായത് പ്രത്യേകിച്ച് അതിന് പ്രോസസ്സൊന്നും ഇല്ല. ഊരിയെടുത്ത് പോക്കറ്റ് ഇതാണ് നമ്മുടെ പുത്തനൊരു കീ സെറ്റ് അല്ല ഇഗ്നിഷൻ്റെ പുത്തനൊരു പാർട്ടെന്ന് പറയുന്നത്. നമ്മൾ നേരെ ഊരിയെടുത്തൊരു പ്ലാസ്റ്റിക് പോർഷനാണ്. ഇതിന് രണ്ട് സ്ക്രൂ വരുന്നുണ്ട്. അതായത് രണ്ട് ഫ്ലാറ്റാണെന്ന് തോന്നുന്നു. ഫ്ലാറ്റിൻ്റെ രണ്ട് സ്ക്രൂ വരുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നേരെ ഈ രണ്ട് ഹോളിലേക്ക് രണ്ട് സ്ക്രൂ പയ്യെ ഇറക്കി അങ്ങ് വെച്ചേക്കുക. അത് ഇറക്കി വെച്ചിരുന്നുണ്ടെന്ന് വെച്ചാൽ അത് ഇച്ചിരി ഇടാനാണെങ്കിൽ പിന്നെ നമുക്ക് വേണ്ട ഫ്ലാറ്റാണ്. നേരെ ഈ ഒരു പോർഷൻ ഇങ്ങോട്ട് എടുത്ത് വെക്കുക. ഈ പോർഷൻ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയാൽ തന്നെയാണ് ഇവിടെ രണ്ട് സ്ക്രൂ ഉണ്ട്. ഇവിടോട്ടാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പയ്യെ അങ്ങോട്ട് ഇറക്കി വെക്കുക. ആ ഒരു സ്ക്രൂവിൻ്റെ ഒരു രണ്ട് ഇത് റെഡിയായി എന്നുള്ള തോന്നി കഴിയുമ്പോഴത്തേക്ക് ചെയ്യുന്നത് ഇത് ഈ സ്ക്രൂ ഇറക്കി വെക്കുക എന്ന് പറഞ്ഞാൽ അല്ലാണ്ട് ഇടാൻ ഇത്തിരി പാടായിരിക്കും. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ടെണ്ണം പയ്യെ ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് ഈ സ്ക്രൂ ടൈറ്റ് ചെയ്ത് നോക്കുക. അപ്പോഴത്തേക്ക് ആ ഒരു പോർഷനിലാണെങ്കിൽ ടൈറ്റ് ആവും.
അതാ പോർഷനിലല്ല. കറക്റ്റായിട്ട് ഇങ്ങനെ നോക്കിയ സൈഡിൽ കൂടെ നോക്കിയാലൊക്കെ കാണാം. ഇതിപ്പം ഒരെണ്ണം കറക്റ്റായിട്ടുണ്ട്, ഒരെണ്ണം സ്യൂട്ടായിട്ടുണ്ട്. സൈഡിൽ കൂടെ നോക്കുമ്പോൾ മറ്റേതിൻ്റെ കാര്യം കൂടെ കാണാൻ പറ്റും. അതും കൂടെ അങ്ങോട്ട്. സോ അപ്പോൾ നമ്മൾ 2 സ്ക്രൂവും ടൈറ്റ് ആയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നല്ല രീതിയിലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും പൊടിച്ചുള്ള താഴത്തെ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പോർഷനാണ് അവിടെ ഇരിക്കുന്നത്. സോ അതെടുത്തിട്ട് ടൈറ്റ് ചെയ്യുമ്പം കാരണം ഇതൊക്കെ ഒരു ജസ്റ്റ് അങ്ങ് അതിൻ്റെ ഓവർ ടൈറ്റ് ആയിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്നത്. ആ ഒരു അത്രയ്ക്കും ക്വാളിറ്റിയുടെ അല്ല, അത്രയ്ക്കൊക്കെ ഉള്ളൂ ഇതിൻ്റെയൊക്കെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു മര്യാദയ്ക്കൊരു ടൈറ്റ് അത് മാത്രമേ ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇപ്പം നിങ്ങൾ കീ എടുത്തൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഈ ഒരു പോർഷന് വല്ല ഇളക്കം വല്ല ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിലും കുറച്ച് ചെറിയ ഇളക്കമൊക്കെ അവിടെ കാണുമെങ്കിൽ പോലും നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കി കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഈ ഒരു വയറിനകത്തോട്. പിന്നെ ഇത് ഇൻഡിക്കേറ്ററിൻ്റെ പോർഷൻ അടിയിൽ കൂടെ പിന്നെ തോന്നുന്നു. അത് എവിടെ ഒന്ന് പ്രസ് ചെയ്ത് സോക്കറ്റ് വെച്ച് കൊടുത്തേക്കുക. ഇതിന് മുമ്പായിട്ട് ഇത് ഈ ഹെഡ് ലൈറ്റിൻ്റെ അകത്തൂടെ, അതായത് ഈ ബാക്ക് സൈഡിൽ കൂടെ ഈ ഒരു ബാക്ക് പോർഷനിൽ കൂടെ അകത്തേക്ക് ഈ ഒരു ഹെഡ് ലൈറ്റിൻ്റെ അകത്തേക്ക് നമ്മൾ എടുക്കുക. ഇത് വന്നിട്ട് അത് ഫ്രണ്ടിലായിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വെക്കുന്നതോറും അതിൻ്റെ ലെങ്ത് കൂടിക്കൂടി വരും. ഇത്രേ ഉള്ളൂ പോർഷൻ. പിന്നെ നമ്മൾ ഇതിൻ്റെ അൺസ്ക്രൂയിങ് കാണിച്ചില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളത് വെറും എല്ലാ വീഡിയോ എല്ലാവർക്കും അറിയാനാണ്. ഇത് ഈ ഒരു പോർഷൻ കഴിക്കണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ നേരത്തെ സ്ക്രൂ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ 2 സ്ക്രൂ കളയാതെ ഹാൻഡ് ടൈറ്റിന് വേണ്ടിയിട്ട് ഒരു ബലത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ത്രെഡ് നോക്കിയിട്ട് സ്ക്രൂ അങ്ങ് ഇട്ട് കൊടുക്കുക. ഒരെണ്ണം ഓപ്പോസിറ്റ് ഡയഗണലായിട്ടാണ് എൻ്റെ സ്ക്രൂവിങ് വരുന്നത്. അറിയാവുന്നതായിരിക്കും, പക്ഷേ ആംഗിളും ഒക്കെ ഒന്ന് കറക്റ്റാണെന്ന് മാത്രം നോക്കിയാൽ മതി. സ്ക്രൂ ഒക്കെ താഴത്തിടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ വീടുന്നതിന് മുമ്പ് നിങ്ങൾ എവിടെയാണെന്നൊന്ന് നോക്കിയേക്കുക. കാര്യം ഇതിൻ്റെയൊക്കെ സൈസൊക്കെ തപ്പിയെടുക്കാനും സ്ക്രൂ കിട്ടാനൊക്കെ പണിയാണ്. മാക്സിമം ഒരു ഹാൻഡ് ടൈറ്റിന് തന്നെ കൊടുക്കുക ആദ്യം, എന്നിട്ട് സ്ക്രൂ ഡ്രൈവറിൽ കയറി നമുക്ക് പിടിക്കാം. ജസ്റ്റ് ഇത്രേ ഉള്ളൂ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ. ഇതും ഹാൻഡ് ടൈറ്റിന് വിട്ടിട്ട് ഇതങ്ങനെ ഇട്ടേക്കുക. ആദ്യം നമ്മൾ പിന്നെ ടൈറ്റ് ചെയ്യാം. ഇത്തിരി പ്രോസസ്സ് ഉണ്ട്. നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്തത് എനിക്ക് ഒരു കേബിൾ അവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഊരിയത് ഒരു സോക്കറ്റ് ഇതാണ്. അതിൻ്റെ പോരാ നമ്മളൊരു RPM മീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വയറും കൂടെ ഇവിടെ കിടപ്പുണ്ട്. നമ്മളത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഏതെങ്കിലും ഒരു വയറിനകത്തോട്ട് ഒരു ഹോളിലേക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കയറ്റി വെച്ചേക്കുക. ഇത് കയറ്റി വെക്കുക. ഈ ഒരു സോക്കറ്റിനകത്തോട്ട് ഇതങ്ങ് ഇട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രോസസ്സ്. വയർ കട്ടാവാതെയും സൂക്ഷിക്കുക. ഇത്രയും നമുക്ക് അകത്ത് കയറ്റി വെക്കേണ്ട, കാരണം വയർ കട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഒരു സൈഡ് ആംഗിൾ നോക്കിയിട്ട് മെയിലും ഫീമെയിലും കൂടെ അങ്ങ് കണക്ട് ചെയ്യുക. ഒരു ഹാൻഡ് പ്രസ് മതി എന്ന് തോന്നുന്നു. നമുക്കിനി അടുത്തത് മെഷീൻ ഓണാക്കി നോക്കുക. അപ്പം പിന്നെ പുത്തൻ കീസെറ്റ് ഇടുക. വണ്ടി നോക്കില്ലേ മെഷീൻ ഓക്കെയാണ്. അപ്പം ആ ഒരു ഹാൻഡ് പ്രസ്സിങ് മതി. അത് നിങ്ങൾക്ക് പോരാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കുക. അത് കുഴപ്പമില്ല, ഇത്ര ഒരു ടൈറ്റ് മതി. ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഹെഡ് എടുത്തിട്ട് ഊരി വെച്ച പോർഷനൊക്കെ തിരിച്ചെടുത്ത് വെച്ചേക്കാം. പറഞ്ഞാൽ ഇതൊരു പ്രസ്സായിരുന്നു. ഇത് പാർക്ക് ലൈറ്റാണ്.
ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്നത്. അത് മെയിൻ ഹെഡ്ലൈറ്റ് ഓൺ ആക്കി. സോ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഈ ഹെഡ്ലൈറ്റിന് ലൈറ്റ് കൊടുക്കുക. പിന്നെ ഈ ഒരു പാർക്ക് ലൈറ്റും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. നേരെ നമ്മുടെ വയറൊക്കെ എടുത്ത് മര്യാദയ്ക്ക് ഇത്തിരി ആദ്യം മേളിലൊരു ക്ലാമ്പ് ഉണ്ട്, അത് നിങ്ങളതിന് കണക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് സൈഡിൽ രണ്ടും ഓക്കെ ആണോ എന്ന് നോക്കണം. രണ്ട് അലൈൻമെൻറ്റ്, സ്ക്രൂവിൻ്റെ അലൈൻമെൻറ്റ് നോക്കി കറക്റ്റാണോ നോക്കിയിട്ട് പ്രസ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ രണ്ട് നേരത്തെ മാറ്റി വെച്ചിരുന്ന രണ്ട് സ്ക്രൂ എടുത്തിട്ട് ചേർന്ന സ്ക്രൂ ആണ് ടൈറ്റ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ അടുത്ത പ്രോസസ്സ്. രണ്ട് സൈഡിൽ ഹെഡ്ലൈറ്റ് കവർ ടൈറ്റ് ചെയ്യുക. സൈഡിൽ സോ നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് ഇഗ്നിഷൻ ഓൺ ആവുമെന്ന് നോക്കാം. ഇഗ്നിഷൻ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ കീ ഊരി വരുന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പ്രോസസ്സ് കറക്റ്റാണ്. അപ്പോൾ ഇത് ഓഫ് ചെയ്ത് വെക്കുക. സോ ഓൺ ആവുന്നുണ്ട്. സോ ഇത് കീ ഊരി വരുന്നുമില്ല. നമ്മളിതെല്ലാം നമ്മൾ 4 പാർട്ടും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത്തിരി ഡിഫിക്കൽട്ടാണെന്ന് അറിയാം, എങ്കിൽ പോലും ഇതൊരു സ്വന്തമായിട്ട് ചെയ്യാന്നുള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്ത് വെച്ചത്. പിന്നെ എല്ലാം സ്വന്തമായിട്ട് ചെയ്യുക. പിന്നെ ഇത് പണിയാൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വർഷോപ്പുകാരുടെ ടോട്ടൽ പോലെ എല്ലായിടത്തും ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും സമയത്തിൽ ഇത്ര വണ്ടിയുണ്ട്, അങ്ങനെയുള്ള കുറേ പ്രശ്നം പറയും. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിപ്പോൾ നിങ്ങളുടെ വണ്ടി കൊള്ളത്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുക. സോ എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സിമ്പിളാണെങ്കിൽ എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ ഈ പ്രോസസ്സ് ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മെൻഷൻ ചെയ്യാം. അത് മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പം ഞാൻ പറയുന്നില്ല, ഇതെൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. അപ്പം മറ്റുള്ളവർക്ക് ഇപ്പം പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ കാണും, ചിലപ്പോൾ അവരും വീഡിയോ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു ഉപകാരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്കത് മെൻഷൻ ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപകാരമാകും. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി. താങ്ക് യു.